നമസ്കാരം. മുരുകൻമല സിക്കന്ദർ മലയാക്കണമെന്ന മുസ്ലിങ്ങൾ ദർഗയ്ക്ക് സമീപം വിളക്ക് തെളിയിക്കുവാൻ സംഘപരിവാർ. മുരുകൻമലയുടെ പേര് സിക്കന്ദർ മലയാക്കണമെന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ തയ്യാറാകുമ്പോൾ തമിഴ്നാട്ടിലെ അയോധ്യയായി തിരുപ്പറക്കുണ്ട്രം മാറുന്നു. ദർഗയ്ക്ക് സമീപത്തെ ദീപത്തൂണിൽ തന്നെ വിളക്ക് തെളിയിക്കണമെന്ന സംഘപരിവാർ ശാഠ്യം പിടിക്കുന്നു. രാമന് പകരം മുരുകൻ വിവാദ നായകനാകുന്നു. തമിഴ്നാടിന്റെ അയോധ്യ അല്ലെങ്കിൽ തമിഴകത്തിന്റെ ശബരിമല വിശ്വാസത്തിലൂന്നിയ വിവാദങ്ങൾ ആവർത്തിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനുള്ള സംഘപരിവാറിന്റെ തമിഴ്നാട് മോഡലായി വിലയിരുത്തപ്പെടുകയാണ് മധുരയിലെ തിരുപ്പറക്കുണ്ട്രം പ്രശ്നം. ഹൈന്ദവ വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിട്ടും മധുരയിലെ തിരുപ്പറക്കുണ്ട്രം മുരുകൻ കുന്നുകളിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കുവാൻ സ്റ്റാലിൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ഒരു മുസ്ലിം ദർഗയുള്ളതുകൊണ്ട് ഇത് ഹിന്ദു മുസ്ലിം സംഘർഷത്തിന് ഇടയാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. 100 വർഷത്തിലേറെയായി മുരുകക്ഷേത്രത്തിന് സമീപമുള്ള ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിലാണ് കാർത്തിക ദീപം തെളിയിക്കാറുള്ളത്. എന്നാൽ ഇത് മാറ്റി സിക്കന്ദർ ദർഗയ്ക്ക് സമീപത്തെ ദീപത്തൂൺ എന്ന് വിളിക്കുന്ന ദീപസ്തംഭത്തിൽ വിളക്ക് തെളിയിക്കണമെന്ന് സംഘപരിവാർ സംഘടനകൾ വാശി പിടിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അങ്ങനെയായിരുന്നു എന്നും പിന്നെ അത് മാറ്റുകയായിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ ഇത് വർഗീയ സംഘർഷത്തിനും കാലുഷ്യത്തിനും ഇടയാക്കുമെന്നാണ് DMK സർക്കാർ പറയുന്നത്. പക്ഷേ BJP ആവട്ടെ ഇതൊരു വിശ്വാസ പ്രശ്നമാക്കിയെടുത്ത് പ്രചണ്ഡമായ പ്രചാരണം നടത്തുകയാണ്. അടുത്ത് ഒരു ദർഗയുള്ളത് കൊണ്ട് ഇത് രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നത്തിന് സമാനമാക്കി അതിനെ വളർത്തുകയാണ്. മറുഭാഗത്ത് ദർഗാ സംരക്ഷണത്തിനായിട്ട് ഇസ്ലാമിക സംഘടനകളും പങ്കെടുക്കുന്നുണ്ട്. ഇതോടെ പ്രദേശത്ത് സാമുദായിക സംഘർഷ ഭീതി നിലനിൽക്കുന്നു. ഒരാഴ്ച മുമ്പ് ഇവിടെ പോലീസ് ലാത്തിച്ചാർജും ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യം എത്തി. ഇവിടെ ഇത് മുരുകൻ മലയാണോ സിക്കന്ദർ മലയാണോ? തമിഴകത്തെ മുരുകൻ വിശ്വാസവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തിരുപ്പറക്കുണ്ട്രം. മുരുകന്റെ 6 പടൈ വീടുകളിൽ ഒന്നായിട്ടുള്ള തിരുപ്പറക്കുണ്ട്രത്തിലെ മുരുകൻമല കണക്കാക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ ദീപത്തൂണിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദീപം തെളിയിച്ചിരുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. എന്നാൽ മുരുകൻമലയുടെ താഴെയായിട്ട് സിക്കന്ദർ എന്നയാളുടെ പേരിൽ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുരുകൻമലയുടെ പേര് സിക്കന്ദർ മല എന്ന് പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ദർഗയുമായി ബന്ധപ്പെട്ട ഏതാനും പേർ ആവശ്യം ഉയർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ DMK ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. മുരുകൻമലയുടെ കീഴിൽ ഇവർ മൃഗങ്ങളെ ബലി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇതിനെ ഹിന്ദു മുന്നണി പ്രവർത്തകർ തടഞ്ഞതും വിവാദമായിരുന്നു. അങ്ങനെ നേരത്തെ തന്നെ ഇവിടെ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. സാധാരണ മുരുകക്ഷേത്രത്തിന് സമീപമുള്ള ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിലാണ് കാർത്തിക സ്തംഭം തെളിയിക്കാറുള്ളത്. എന്നാൽ ഇത് മാറ്റി ദർഗയ്ക്ക് സമീപത്തെ ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിലർ രംഗത്തെത്തിയതോടുകൂടിയാണ് വിവാദം ഇപ്പോൾ ഇങ്ങനെ കനത്തിരിക്കുന്നത്. ഇവർക്ക് സംഘപരിവാർ പിന്തുണയുണ്ടായിരുന്നു. നേരത്തെയും ഇത് സംബന്ധിച്ചിട്ടുള്ള വിവാദമുണ്ടായപ്പോൾ കോടതി ഇടപെട്ടിരുന്നു. 2014 ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുന്ന തൽസ്ഥിതി തുടരണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്ര ദർഗാ കമ്മിറ്റികൾ പ്രവർത്തിച്ചു. എന്നാൽ അതിൽ പൊടുന്നനെ ഒരു മാറ്റം അനുവദിക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇവിടെ ദീപത്തൂണിൽ ദീപം തെളിയിക്കുവാൻ അനുവാദം നൽകുമെന്ന് ആവശ്യപ്പെട്ട് രാമരവികുമാർ എന്നയാൾ കേസ് നൽകുന്നു. മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതിൽ അനുമതി നൽകുന്നു. ഇതിനെതിരെ DMK സർക്കാർ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെങ്കിലും ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അവരും അനുവാദം നൽകുന്നു. തുടർന്ന് ദീപം തെളിയിക്കുവാൻ രാമരവികുമാറും ഹിന്ദു മുന്നണി പ്രവർത്തകരും പോയെങ്കിലും DMK പ്രവർത്തകരും തമിഴ്നാട് സിറ്റി പോലീസും ചേർന്ന് ഇവരെ തടയുന്നു. 50 ഹിന്ദു മുന്നണി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. 2 പ്രവർത്തകർക്ക് ലാത്തിച്ചാർജിൽ പരിക്കേൽക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാമരവികുമാറും അഡ്വക്കേറ്റ് അരുൺ സ്വാമിനാഥനും CISF ഉദ്യോഗസ്ഥനും എത്തിയെങ്കിലും DMK പോലീസ് മല കയറാൻ അനുവദിച്ചില്ല. ദീപത്തൂണിൽ വിളക്ക് കൊളുത്തിയാൽ അത് ഹിന്ദു മുസ്ലിം കലാപത്തിന് കാരണമാകുമെന്ന ന്യായമാണ് DMK സർക്കാർ അവിടെ നിരത്തുന്നതും. പക്ഷെ തിരുപ്പറക്കുണ്ട്രം പ്രദേശത്തെ സെക്ഷൻ 144 നിരോധന ഉത്തരവ് പിൻവലിച്ച ഹൈക്കോടതി രാത്രി ദീപത്തൂണിൽ കാർത്തിക ദീപം കൊളുത്തുവാൻ അനുവദിക്കാൻ ഉത്തരവിടുന്നു. ഇതിനായിട്ട് പോലീസ് കമ്മീഷണർ പൂർണ്ണ സുരക്ഷ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ വിളക്ക് കൊളുത്തുവാൻ അനുമതി നൽകാനാവില്ല എന്ന് പോലീസ് നിലപാടെടുക്കുന്നു. ഇതും വലിയ പ്രശ്നമായി. രാജ്യ ചരിത്രത്തിൽ ആദ്യമായാണ് കോടതി വിധി നടപ്പാക്കാഞ്ഞത് എന്ന് ആരോപണം ഉയരുന്നു. സംഘപരിവാർ ഇത് വെച്ച് അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനാണ് നടത്തുന്നത്. തുടർന്ന് 200-ലധികം പോലീസിനെ കൂടുതലായി സ്ഥലത്ത് വീണ്ടും വിന്യസിക്കുന്നു. ഭക്തജനങ്ങളെ സ്ഥലത്ത് നിന്നും മാറ്റുന്നു. ദീപം തെളിയിക്കുവാനുള്ള ഭക്തരെ മലമുകളിൽ കയറ്റിയില്ല. ഇതേ തുടർന്ന് ഹിന്ദു സംഘടനകൾ പോലീസുമായിട്ട് തർക്കത്തിലേർപ്പെട്ടു. തിരുപ്പറക്കുണ്ട്രത്തെ തടിച്ചുകൂടിയ ഭക്തരോട് പിരിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശിക്കുന്നു. പക്ഷേ ഹർജിക്കാരന് വിളക്ക് തെളിയിക്കുവാൻ അനുവദിക്കണമെന്ന് BJP പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു. ഇതിനെ തുടർന്ന് അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പ്രതിഷേധത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതോടെ തമിഴ്നാടിന്റെ മറ്റു ഭാഗത്തും പ്രതിഷേധം അലയടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ തിരുപ്പറക്കുണ്ട്രം BJP കിട്ടിയ സുവർണ അവസരമായി മാറ്റി. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ സംഘപരിവാറിന്റെ വാദങ്ങൾ ശരിയാണ് എന്ന് തോന്നും. മുരുകൻമലയിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം കൊളുത്തണമെന്ന് കോടതി പറഞ്ഞിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിനോടുള്ള വിവേചനമാണ് എന്ന് പറഞ്ഞാണ് BJP പ്രചാരണം. പക്ഷേ വിവേചനമാണ് എന്ന് പറയുന്നത് നേരത്തെ താഴ്വാരത്തുള്ള സ്ഥലം ദീപം കൊളുത്തിയിരുന്നത്, ഇപ്പോൾ അത് മുകളിലേക്കാണ് എത്തുന്നത്. നേരെ തന്നെ ഇവിടെ സംഘർഷമുണ്ട്. മാത്രമല്ല ഇനി ഇവിടെ ദീപം തെളിയിക്കലും അത് കഴിഞ്ഞും പോകുമ്പോൾ ദർഗയ്ക്ക് നേരെ ചിലപ്പോൾ ഒരു കല്ലേറെങ്കിലും ഉണ്ടായാൽ അത് വലിയ സംഘർഷമാവുമെന്നാണ് DMK നേതാക്കൾ പറയുന്നത്. മാത്രമല്ല
മുരുകൻ മലയിൽ ദർഗയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് തീവ്ര ഹൈന്ദവവാദികൾ രഹസ്യമായി പറയുന്നുണ്ട്. ബാബറി മസ്ജിദ് നിർമ്മിച്ചതുപോലെ തങ്ങളുടെ ഭൂമിയിൽ അന്യായമായിട്ട് വന്ന ദർഗയാണ് ഇത് എന്ന് ഹിന്ദുത്വവാദികൾ പറയുന്നു. എന്നാൽ ഇത് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സർവ്വസ്തംഭമാണ് എന്നാണ്, വിളക്ക് തൂൺ പോലുമല്ല എന്നാണ് സർക്കാരിന്റെ വാദം. അപ്പോൾ ഇന്ന് ദർഗയ്ക്കടുത്ത് ദീപം തെളിയിക്കുക, ഘട്ടം ഘട്ടമായി ദർഗയുടെ മേൽ തന്നെ അവകാശം സ്ഥാപിച്ച് ഉന്നയിക്കുക, എന്നിട്ട് ഇവിടെ കലാപഭൂമിയാക്കുക, അതാണ് സംഘപരിവാർ തന്ത്രമെന്ന് DMK പറയുമ്പോൾ ഇത് അനുവദിക്കരുത് എന്ന ഉറച്ച നിലപാടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുത്തിട്ടുള്ളത്. എന്നാൽ അത് അതിവായന മാത്രമാണ് എന്ന് നിഷ്പക്ഷർ പറയുമ്പോൾ വാസ്തവത്തിൽ മുഖ്യധാര മുസ്ലിം സംഘടനകളൊന്നും ദീപം തെളിയിക്കലിനെതിരെ ഒരു പ്രസ്താവന കൂടി പുറപ്പെടുവിച്ചിട്ടില്ല. തീവ്ര മതവിശ്വാസികളായിട്ടുള്ള ഒരു ന്യൂനപക്ഷമാണ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ട് ന്യൂനപക്ഷ പ്രീണനമാണ് സ്റ്റാലിൻ സർക്കാർ നടത്തുന്നത് എന്നുള്ള ആക്ഷേപമുയരുന്നു. അതിനിടെ കേസ് പാർലമെന്റിലും സുപ്രീം കോടതിയിലും എത്തി. തിരുപ്രക്കുണ്ട്രം വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ട്രിച്ചി ശിവ ഉൾപ്പെടെയുള്ള DMK എംപിമാർ നൽകിയ നോട്ടീസ് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ തള്ളുന്നു. തുടർന്ന് DMK എംപിമാർ ഇറങ്ങിപ്പോകുന്നു. എന്നാൽ DMK ആണ് അവിടെ സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് BJP ആരോപിക്കുന്നു. അതിനിടെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അറിയിക്കുന്നു. തമിഴ്നാട് സർക്കാരിന്റെ അഭിഭാഷകൻ വിഷയം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് മുന്നിൽ ഉന്നയിക്കുന്നു. അടിയന്തരമായിട്ട് പരിഗണിക്കാമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉചിതമായിട്ടുള്ള ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകുന്നു. അങ്ങനെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ ദീപമണ്ഡപത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരമെന്ന് ഒരു വിഭാഗം നാട്ടുകാരടക്കം പറയുന്നുണ്ട്. എന്നാൽ മുരുകൻ മലയുടെ മുകളിൽ തന്നെ ദീപം തെളിയിക്കണമെന്നാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. ഇതിൽ സുപ്രീം കോടതി എന്ത് നടപടി എടുക്കുമെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യം മൊത്തം DMKക്ക് ഒപ്പമാണ്. തർക്കപ്രദേശത്ത് ദീപം തെളിയിക്കുവാൻ ഈ പറഞ്ഞതുപോലെ അനുമതി നൽകി. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് ഇന്ത്യ സഖ്യം തുടക്കമിടുമെന്ന് CPM ലോക്സഭാ അംഗം വെങ്കടേശൻ അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്ത്യ കൂട്ടായ്മയിലെ എംപിമാരാണ് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് പോകുന്നത്. എംപിമാരുടെ ഒപ്പുകൾ ശേഖരിച്ചു വരികയാണ്. അടുത്ത ദിവസം തന്നെ നോട്ടീസ് സമർപ്പിക്കുമെന്ന് അവർ പറയുന്നുമുണ്ട്. അങ്ങനെ ഹിന്ദു മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച വ്യക്തി എന്നോണം വാർത്തകൾ ഇപ്പോൾ വരുന്നു. അങ്ങനെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം BJP പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണമടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ താൻ RSSകാരനാണ് എന്ന് ജസ്റ്റിസ് സ്വാമിനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും DMK നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ സിക്കന്ദർ ബാദുഷാ ദർഗയ്ക്ക് സമീപം ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സർവ്വസമ്പത്തിൽ കാർത്തിക ദീപം തെളിയിക്കുവാൻ ഹർജിക്കാരൻ അനുമതി നൽകിയത് വർഗീയ ശക്തികൾക്ക് ഉപയോഗിക്കാൻ ഒരു വിഷയം നൽകിയിരിക്കുകയാണ് എന്ന് കോടതി എന്നാണ് ഇന്ത്യ സഖ്യം അടക്കം ആരോപിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിക്ക് ലോക്സഭയിലെ 100 എംപിമാരുടെയോ രാജ്യസഭയിലെ 50 എംപിമാരുടെയോ ഒപ്പാണ് വേണ്ടത്. ഇംപീച്ച്മെന്റ് നോട്ടീസ് അംഗീകരിച്ചാൽ 3 അംഗ സമിതി വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുശേഷം 3-2 ഭൂരിപക്ഷത്തോടെ ഇംപീച്ച്മെന്റ് പ്രമേയം ഇരുസഭകളും അംഗീകരിക്കണം. ഇത് നടക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ഇതോടെ തിരുപ്പുറംകുണ്ട്രം എന്ന് പറയപ്പെടുന്നത് ഒരു ദേശീയ വിഷയമായി എത്തുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നം എന്ന് പറയപ്പെടുന്നത് നിഷ്പക്ഷമായിട്ട് പഠിച്ച പല മാധ്യമങ്ങളും പറയുന്ന എല്ലാവരും ഇതിനെ ഓവറാക്കിയെന്നാണ്. DMKക്ക് മുസ്ലിം വോട്ട് വേണം, സംഘപരിവാറിന് ഹിന്ദു വോട്ട് വേണം, കോടതിയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുൻ കോടതി വിധികളും ചരിത്രരേഖകളും 1991 ആരാധനാലയ സംരക്ഷണ നിയമവും അവഗണിച്ചുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും വിധി ഉണ്ടായത് എന്ന് വ്യാപക വിമർശനം വരുന്നു. അനുകൂല വിധി പോവട്ടെ, ഹർജിക്കാരന് ഈ വിധി നടപ്പാക്കാൻ CISF സംരക്ഷണം നൽകുവാനും കോടതി ഉത്തരവിടുന്നു. അപ്പോൾ ഈ ഉത്തരവ് മുൻ കോടതി വിധികളെ അട്ടിമറിക്കുന്നത് മാത്രമല്ല, ക്രമസമാധാന പാലനം സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്നതാണ് എന്ന ഫെഡറൽ തത്വം മറികടന്നുള്ളതാണ് എന്നുള്ള വിമർശനമടക്കം വരുന്നതാണ്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജസ്റ്റിസ് സ്വാമിനാഥന്റെ ഇംപീച്ച്മെന്റ് വരെ ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായിട്ട് തമിഴ്നാട്ടിൽ മുരുകനായിട്ട് BJP കളിക്കുകയാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടപ്പിലാക്കുന്ന മതരാഷ്ട്രീയം അവർക്ക് തമിഴകത്ത് ഇനിയും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് ഭൂരിഭാഗം മോദി തരംഗത്തിൽ ആടി ഉലഞ്ഞിട്ടും തമിഴ്നാട് മോദി വിരുദ്ധ നിലപാടുമായിട്ട് ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി തവണ ഗോ ബാക്ക് മോദി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതം പുറത്തിട്ട് കളിക്കുവാൻ BJP തയ്യാറാവുകയാണ്. BJPക്കൊപ്പം ഹിന്ദു മക്കൾ കക്ഷി, ഹനുമാൻ സേന, ഹിന്ദു തമിഴർ കക്ഷി തുടങ്ങിയ തീവ്ര വലതു സംഘടനകൾ കൂടി രംഗത്തുണ്ട്. 2020 കോവിഡ് കാലത്ത് ഒരു മുരുക ഭഗവാനെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് BJP ഒരു വേൽയാത്ര നടത്തിയിരുന്നു. ഇത് കലാപ രാഷ്ട്രീയത്തിനുള്ള തന്ത്രമാണ് എന്ന് എതിരാളികൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. മുരുകനെ കുറിച്ചുള്ള ഭക്തിഗാനമായിട്ടുള്ള കാണ്ടസൃഷ്ടി കവാസത്തെ അപമാനിക്കുന്ന വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് BJP 1 മാസം നീണ്ടു നിൽക്കുന്ന വെട്രിവേൽ യാത്ര പ്രഖ്യാപിച്ചു. മുരുകനോടുള്ള ആദര സൂചകമായിട്ടുള്ള വെട്രിവേൽ യാത്രയിൽ മുരുകന്റെ 6 വാസസ്ഥലങ്ങളും 6 പടൈ വീട് കവർ ചെയ്യുവാനായിരുന്നു തീരുമാനം. ഈ യാത്രയുടെ ഒരു പ്രധാന കേന്ദ്രവും തിരുപ്പുറക്കുണ്ട്രമായിരുന്നു. പക്ഷേ COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പോലീസ് പൊതുയോഗങ്ങൾക്ക് അനുമതി നിഷേധിച്ചതോടുകൂടി BJP ഈ പദ്ധതി ഉപേക്ഷിക്കുവാൻ അവസാനം നിർബന്ധിതരായി എന്നുള്ളതാണ്. അങ്ങനെ അന്ന് യാത്രയുടെ ലോഗയും തീം സോങ്ങും അനാച്ഛാദനം ചെയ്തുകൊണ്ട് BJP സംസ്ഥാന പ്രസിഡന്റ് മുരുകൻ പറഞ്ഞത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാവുമെന്നാണ് ഇത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. BJP പുറത്തിറക്കിയ യാത്രാ പ്രൊമോ വീഡിയോ AIADMK സ്ഥാപകനായിട്ടുള്ള MGRന്റെ ചിത്രത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. BJP തങ്ങളുടെ പാർട്ടി സ്ഥാപകനെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നതിനെയും
MGRന്റെ ചിത്രം ഉപയോഗിച്ച് BJPയുടെ പ്രചരണത്തിന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയും എതിർത്ത നിരവധി AIADMK നേതാക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ MGRനെ BJP ഹൈജാക്ക് ചെയ്തതുപോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഉത്തരേന്ത്യയിൽ രാമനെ വെച്ച് നടത്തിയ ധ്രുവീകരണം തമിഴകത്ത് മുരുകനെ വെച്ച് നടത്തുവാനാണ് ഇപ്പോൾ BJPയുടെ നീക്കം എന്ന് പറയപ്പെടുന്നത്. അണ്ണാമലൈ BJPയുടെ പ്രസിഡന്റ് ആയതോടുകൂടിയാണ് കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ അവർ നടപ്പാക്കാൻ തുടങ്ങിയത്. ഉത്തരേന്ത്യയിലൊക്കെ BJP കൃത്യമായി നടപ്പാക്കിയ മതത്തെ വെച്ച് ജാതിയെ വെട്ടുക എന്ന പരിപാടി തന്നെയാണ് അണ്ണാമലൈ തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ ഒരുങ്ങിയത്. വ്യക്തമായിട്ടുള്ള നേതൃത്വമില്ലാത്ത DMK പതുക്കെ വിഴുങ്ങാൻ കഴിയുമെന്നാണ് അദ്ദേഹം കരുതിയത്. തമിഴ്നാട്ടിലെ ഗൗണ്ടർ ജാതിക്കാരാണ് DMKയുടെ വോട്ട് ബാങ്ക്. അണ്ണാമലയും ഗൗണ്ടർ തന്നെയാണ്. പതുക്കെ ഗവർണർമാരെ തങ്ങളുടെ വോട്ട് ബാങ്ക് ആക്കാമെന്നായിരുന്നു അണ്ണാമലയുടെ പ്ലാൻ. സനാതന ധർമ്മ വിവാദത്തിലൊക്കെ മതവികാരം പരമാവധി ആളിക്കത്തിക്കുവാൻ BJP ക്യാമ്പ് ശ്രമിച്ചതും അങ്ങനെയാണ്. കോയമ്പത്തൂര്, നീലഗിരി, തിരുപ്പൂർ, ഈറോഡ്, സേലം, കരൂർ, നാമക്കൽ എന്നീ ജില്ലകളിലും ദിണ്ടികളിലെയും ധർമ്മപുരിയിലെയും കുറച്ച് ഭാഗവും അടങ്ങുന്ന കൊങ്കുനാട്ടിലാണ് BJPയുടെയും ഒപ്പം തന്നെ ഇതിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. BJPയുടെ പ്രതീക്ഷ, RSSന്റെ പ്രതീക്ഷ. ഇതുകൊണ്ടാണ് കൊങ്കുനാട് എന്ന പേരിൽ കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പുതിയ സംസ്ഥാനം വേണമെന്ന് BJP ക്യാമ്പയിൻ നടത്തിയത്. പക്ഷേ ഇതിനൊന്നും പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല. ഒടുവിൽ അണ്ണാമലയ്ക്ക് രാജിവെച്ചൊഴിയേണ്ടി വന്നു. അതിനുശേഷമാണ് തിരുപ്പുറക്കുണ്ട്രം വിവാദം ഒരു കച്ചിത്തുരുമ്പ് പോലെ വീണ് കിട്ടുന്നത്. എന്നാൽ ഈ വർഗീയ ധ്രുവീകരണ നീക്കം തമിഴ്നാട് ജനത പരാജയപ്പെടുത്തുമെന്ന് VCK മേധാവിയായിട്ടുള്ള തോൽ തിരുമാവളവൻ പറയുന്നുണ്ട്. മുരുകൻ മാനാടിനെതിരെ മധുര ഫെഡറേഷൻ ഫോർ റിലീജിയസ് ഹാർമണി സംഘടിപ്പിച്ച മനുഷ്യചങ്ങല പ്രതിഷേധത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. അതിനുശേഷം മതരാഷ്ട്രീയത്തിനെതിരാണ് എന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ് പ്രതിഷേധത്തിലൂടെ എന്നാണ് തിരുമാവളവൻ അന്ന് പറഞ്ഞത്. മാത്രമല്ല, വടക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാൻ സംഘപരിവാർ മതരാഷ്ട്രീയം ഉപയോഗിച്ചു. തമിഴ്നാട്ടിലും അവർ അത് പരീക്ഷിക്കുകയാണ്. 1992 മുതൽ ബാബറി മസ്ജിദ് വിഷയത്തിന് ശേഷം തിരുപ്പുറക്കുണ്ട്രത്ത് ഒരു വിവാദം സൃഷ്ടിക്കുവാനും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പുലർത്തുവാനും സംഘപരിവാർ ശ്രമിച്ചു വരികയാണ്. അപ്പോൾ രാജയെ പോലുള്ള BJP നേതാക്കൾ തിരുപ്പുറക്കുണ്ട്രത്തെ തമിഴ്നാടിനെ അയോധ്യയാക്കുമെന്ന് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരിക്കലും അത് അനുവദിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ BJPക്കൊപ്പമാണ്. മുരുകൻ മാനാട് സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപക പ്രചാരണമാണ് സംഘപരിവാർ നടത്തുന്നത്. അതിന് വിത്തിട്ട് കൊടുത്തത് സ്റ്റാലിന്റെ പിടിവാശിയാണ്. പോലീസ് സംരക്ഷണത്തിൽ അവിടെ കാർത്തിക ദീപം തെളിയിച്ചിരുന്നുവെങ്കിൽ അതോടെ പ്രശ്നം തീർന്നേനെ. ഇപ്പോൾ ഹിന്ദു വിശ്വാസത്തെ ഹനിക്കുന്നുവെന്നും കോടതി വിധി ധിക്കരിക്കുന്നുവെന്നും ഒക്കെ ഇപ്പോൾ ഇരവാദം പറയുവാൻ സംഘപരിവാറിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാരാണ്? ഈ സ്റ്റാലിനാണ്. അപ്പോൾ തിരുപ്പുറക്കുണ്ട്രം തമിഴ്നാട്ടിലെ അയോധ്യയാണ് എന്ന് രാജയെ പോലെയുള്ള നേതാക്കൾ പറയുന്നത്. എന്നാൽ ഞെട്ടിക്കുന്ന വർഗീയ ധ്രുവീകരണമാണ് തമിഴകത്ത് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഒരു അടുത്തത് നമ്മൾ സങ്കല്പിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യയിൽ ഒരു രാമനായിരുന്നെങ്കിൽ ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ ഇനി ഒരു മുരുകനായിരിക്കും. ഈ മുരുകനെയും രാമനെയും ഒക്കെ വെച്ച് ഹിന്ദു മുസ്ലിങ്ങളെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരണം പിടിച്ചെടുക്കുവാനുള്ള BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.